My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 203-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ചില പർട്ടിക്കുലർ സിംറ്റംസാണ് പറഞ്ഞു വരുന്നത് എങ്കിലും ഒരു ഫോസ്ഫറസ് പേഷ്യൻ്റെ ഒരു മുഖഭാവം, ഒരു ഫോസ്ഫറസ് പേഷ്യൻ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ചില സൂചനകൾ കെൻ്റ് ഇവിടെ തരുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഈ മുഖം നോക്കി ചികിത്സിക്കുന്ന ഒരു രീതി തന്നെ ഭാരതത്തിലും പാശ്ചാത്യ നാടുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. പ്രകൃതി ജീവനത്തിൻ്റെ ഭാഗമായിട്ട് മുഖവികൃതി ശാസ്ത്രം എന്ന് പറയുന്നൊരു വിഭാഗം തന്നെയുണ്ട്. മുഖത്തിൻ്റെ ആകൃതിയല്ല വികൃതി. വികൃതി എന്ന് വെച്ചാൽ ആകൃതിയിൽ നിന്നുള്ള വ്യത്യാസം, ഡിഫോംഡ് ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതാണ് മുഖവികൃതി ശാസ്ത്രം. അപ്പോൾ ആ ഒരു രീതി ഹോമിയോപ്പതിയിൽ വളരെ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. ആ ഒരു മുഖഭാവം കണ്ടുകൊണ്ട് ആ പേഷ്യൻറ്റിന് ആവശ്യമായ ഔഷധത്തെക്കുറിച്ചുള്ള ചില സുപ്രധാന സൂചനകൾ ലഭിക്കും. അപ്പോൾ ഇവിടെ ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കേൾവിനെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ച്, തൊണ്ടയുടെ പ്രശ്നങ്ങൾ, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, പല്ലുവേദന, പല്ലിൻ്റെയും നാവിൻ്റെയൊക്കെ സവിശേഷത. അങ്ങനെ ഫോസ്ഫറസ് സാധാരണഗതിയിൽ മറ്റ് പല ഷാലോ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഫോസ്ഫറസ് പോലെ പ്രധാനപ്പെട്ടൊരു ഔഷധത്തിൽ അവയ്ക്ക് സാമാന്യത്തിലധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവയിലൂടെ വിശദമായിട്ട് നമുക്ക് കടന്നു പോകാം. ദ ഐ സിംറ്റംസ് ആർ വെരി ന്യൂമറസ്. ബേണിംഗ്, റെഡ്നെസ്, കഞ്ചഷൻ, എൻലാർജ്മെൻറ്റ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇങ്ങനെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. മൂമെൻ്ററി ബ്ലൈൻഡ്നെസ് വരുന്നുണ്ട്. അതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇറ്റ് ഹാസ് ക്രിയേറ്റ് പാരലിസിസ് ഓഫ് ദ തേർഡ് പെയർ ഓഫ് നെർവ്സ് where there is falling of the lids, subacute inflammation of the eyes. ഞാൻ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ കണ്ണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് വേറൊരു കോളേജിൽ ലാബിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. സുഹൃത്തുക്കളെ കാണുമ്പം ഇദ്ദേഹത്തെ ഞാൻ കാണുമായിരുന്നു. ഹോമിയോപ്പതിയോട് പരിചയപ്പെട്ട ശേഷം ഞാൻ ഇയാളെ ഭാവചരണത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് കിട്ടി. ഫോസ്ഫറസ് വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു സൂചന കിട്ടിയത്. അദ്ദേഹം ഫോസ്ഫറസ് പേഷ്യൻ്റ് ആയിരുന്നില്ല, വേറെ ചില മെഡിസിൻസാണ് വേണ്ടി വന്നത്. എങ്കിലും ഐലിഡ്സിനെ നിയന്ത്രിക്കുന്ന നാഡികളിൽ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച വരുന്നത് കാരണം കൺപോളകളെ ഉയർത്തി നിർത്താൻ പറ്റുന്നില്ല. കൺപോളകൾ വീണു പോകുന്നു, താൽക്കാലികമായിട്ടുള്ള അന്ധത ഉണ്ടാകുന്നു. അങ്ങനെ മറ്റ് വളരെ യൂഷ്വലായിട്ടുള്ള ഐ സിംപ്റ്റംസും ധാരാളമുണ്ട്. ഞാനതെല്ലാം വായിക്കുന്നില്ല. ഫോസ്ഫറസ് ഹാസ് എ പെക്യുലിയർ ഡെഫ്നെസ്. One of the most striking features of phosphorus is inability to understand the articulation of the human voice. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യ ശബ്ദത്തിൻ്റെ തനിമയും സവിശേഷതകളും, അതായത് ടെക്നിക്കൽ പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ പിച്ച്, അതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്നബിലിറ്റി, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് നാഡികളുടെ ഒരു സവിശേഷമായിട്ടുള്ളൊരു ക്ഷീണിതാവസ്ഥയിലെ തളർച്ചയാണ്. അവരുടെ കേൾവി പരിശോധിച്ചു കഴിഞ്ഞാൽ കേൾവിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുന്ന നാഡികളിൽ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മനുഷ്യ ശബ്ദത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിനെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവില്ലായ്മ ഫോസ്ഫറസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഹിയറിംഗ് ഈസ് ഡിഫിക്കൽട്ട്. ഹി സംടൈംസ് ഫീൽസ് ആസ് ഇഫ് ദർ വർ സംതിങ് ഓവർ ദ ഇയേഴ്സ്. ചെവിയുടെ മേലെ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുന്നു. വാസ്തവത്തിലാണെങ്കിൽ അതുണ്ട്. ആസ് ഇഫ് ദ ഇയേഴ്സ് വെയർ കവേർഡ്. ചെവികൾ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ. ഒബ്സ്ട്രക്റ്റിംഗ് ദ വേവ്സ് ഓഫ് ദ സൗണ്ട്. ശബ്ദതരങ്ങൾ പ്രവേശിക്കുന്നതിനെ എന്തോ തടഞ്ഞിരിക്കുന്നു ചെവിയിൽ. വയലന്റ് ഇച്ചിങ് ഇൻ ദ ഇയേഴ്സ്. കഞ്ചഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഇയർ. ഇച്ചിങ്, ടിയറിങ്, ത്രോബിങ്, ബേണിംഗ് പെയിൻസ് വിത്തിൻ ദ ഇയർ. ചെവിയോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. ചെവി മൂടപ്പെട്ടിരിക്കുന്നു, പലതരം വേദനകൾ, ചൊറിച്ചിലുകൾ, പൊള്ളൽ ഒക്കെ ഉണ്ട്. ഓൾസോ ഇറ്റ് ഹാസ് ക്യൂർഡ് പോളിപ്പി ഇൻ ദ ഇയേഴ്സ്. ചെവിയിലെ ദശവളർച്ച, മൂക്കിൽ കാണുന്ന പോലെ ചെവിയിലുണ്ടാകുന്ന ദശവളർച്ചയെ
ഫോസ്ഫറസ് ഹീൽ ചെയ്യും ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. നോ സിംറ്റംസ് ആർ വെരി ന്യൂമറസ്. ഇൻവെർട്ടറേറ്റ് നാസൽ കാറ്റാറ, മൂക്കിൽ നിന്നുള്ള ജലദോഷം നീരൊഴുക്കും വളരെ വിട്ടുമാറാത്ത വളരെ പ്രയാസപ്പെട്ട തരത്തിലുള്ളതാണ്. ഹി ടേക്സ് കോൾഡ് ഇൻ ദി നോസ്, തണുപ്പ് മൂക്കിലാണ് അടിക്കുന്നത്, പക്ഷേ മൂക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നെഞ്ചിനുണ്ട്. ബട്ട് ദ മോസ്റ്റ് കോമൺ സീറ്റ് ഓഫ് ദ ഫോസ്ഫറസ് കോൾഡ് ഈസ് ഇൻ ദ ചെസ്റ്റ്. തണുപ്പടിച്ചാൽ മൂക്കിൽ പ്രശ്നമുണ്ട്, പക്ഷേ ഫോസ്ഫറസ് പേഷ്യൻറ്റിൽ ഈ തണുപ്പടി കൂടുതൽ ചെസ്റ്റിലാണ് പോയി സെറ്റിൽ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ബിഗിൻ ഇൻ ദ ചെസ്റ്റ്. തണുപ്പടിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മിക്കതും തുടങ്ങുന്നത് ചെസ്റ്റിൽ നിന്ന് തന്നെയാണ്. ബട്ട് ഫോസ്ഫറസ് ക്യൂവേഴ്സ് നാസൽ കാറ്ററാ ആൻഡ് കൊറൈസ. എന്നിരുന്നാലും നാസൽ കൊറൈസയും കാറ്ററാൽ കണ്ടീഷൻസും ഫോസ്ഫറസ് ക്യൂർ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് പെയിൻഫുൾ ഡ്രൈനെസ് ഇൻ ദ നോസ്. അതേപോലെ ഇതിൻ്റെ മറ്റൊരു എക്സ്ട്രീം വേദനാജനകമായ വരണ്ട അവസ്ഥ, വരണ്ടിട്ട് വേദന ഉണ്ടാകുന്നൊരവസ്ഥ. കോൺസ്റ്റന്റ് സ്നീസിങ് ആൻഡ് റണ്ണിങ് ഫ്രം ദ നോസ് ഓഫ് ബ്ലഡി വാട്ടർ. മൂക്കിൽ നിന്ന് നീരൊഴുക്ക്, രക്തം കലർന്ന നീര്, രക്തം ഒഴുകുന്നു, തുടർച്ചയായിട്ട് ഒഴുകുന്നു. സ്ഥിരമായിട്ടുള്ള തുമ്മലും. ഫ്രീക്വന്റ് ഓൾട്ടർനേഷൻ ഓഫ് ഫ്ലൂവന്റ് ആൻഡ് സ്റ്റോപ്ഡ് അപ്പ് കണ്ടീഷൻ ഓഫ് ദ നോസ്. സോറായുടെ പ്രധാന ലക്ഷണങ്ങളൊന്നായിട്ട് സാമുൽ ഹനിമാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം മൂക്കില്ല അടഞ്ഞും തുറഞ്ഞിരിക്കുന്നൊരവസ്ഥ. ഓൾട്ടർനേഷൻ, ഫ്രീക്വന്റ് ഓൾട്ടർനേഷൻ, ഫ്ലൂവൻ കണ്ടീഷൻ, സ്റ്റോപ്ഡ് അപ്പ് കണ്ടീഷൻ. കൊറൈസ വിത്ത് സോർ ത്രോട്ട്, തൊണ്ടയ്ക്ക് സോർനെസ്സോട് കൂടിയ ഈ ജലദോഷം നീരൊഴുക്കൊക്കെ. സ്റ്റോപ്പേജ് ഓഫ് ദ നോസ്ട്രിൽസ്, മൂക്കിൽ നിന്നുള്ള ഒഴുക്ക് നിന്നു പോകുന്നു, മൂക്ക് അടഞ്ഞ അവസ്ഥയിലാവുന്നു. മച്ച് സ്നീസിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ഓഫ് ദ നോസ്, ഓൾട്ടറേറ്റിംഗ് വിത്ത് ഡ്രൈനെസ് ഓഫ് ദ നോസ് ഇൻ ദ സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവർ കണ്ടീഷനിൽ മൂക്കിൻ്റെ വരണ്ട അവസ്ഥയും ഈ മൂക്കടഞ്ഞു പോകലും തുമ്മലും ചീറ്റലും എല്ലാം കൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നോസ്ട്രിൽസ് ഫിൽഡ് വിത്ത് ഗ്രീൻ മ്യൂക്കസ്, പച്ച നിറത്തിലുള്ള കഫം മൂക്കിൽ നിറഞ്ഞ അവസ്ഥ. എ കോപ്പിയസ് നാസൽ ഡിസ്ചാർജ് ഓഫ് ഗ്രീനിഷ് യെല്ലോ ബ്ലഡ് സ്ട്രീക്ഡ് മ്യൂക്കസ്, മഞ്ഞയും പച്ചയും നിറഞ്ഞ കഫം, അതിൽ രക്തത്തിൻ്റെ നേർത്ത അംശങ്ങളും കൂടി വരുന്നു. വോഴ്സ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിലാണ് ഈ അവസ്ഥ വളരെ മോശമാകുന്നത്. ബാഡ് ഓർഡർ ഫ്രം നോസ്, ഫ്രീക്വന്റ് ബ്ലോയിങ് ഓഫ് ബ്ലഡ് ഫ്രം നോസ്, മൂക്കിൽ നിന്ന് ദുർഗന്ധം, ഇടയ്ക്കിടയ്ക്ക് ചീറ്റിയാൽ രക്തം വരും. കോപ്പിയസ് ഹെമറേജ് ഫ്രം ദ നോസ് ഓഫ് ബ്രൈറ്റ് റെഡ് ബ്ലഡ്, ഇത് വല്ലാത്ത മൂക്കിൽ നിന്ന് രക്തവാർച്ചയായിട്ട്, നല്ല ചുവന്ന നിറത്തിലുള്ള രക്തവാർച്ചയായിട്ടും ഇത് പരിണമിക്കാം. സ്വെല്ലിംഗ് ഓഫ് ദ നോസ്, റെഡ്നെസ് ആൻഡ് ഷൈനിങ്, വെരി സെൻസിറ്റീവ് ടച്ച്. മൂക്കിൽ നീർക്കെട്ട്, തൊടാൻ പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ അതിനോടുള്ള സെൻസിറ്റീവ് ആകുന്നു. നെക്രോസിസ് ഓഫ് ദ ബോൺസ് ഓഫ് ദ നോസ്, മൂക്കിലെ ആ ഒരു അസ്ഥികൾ ദ്രവിക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് പോളിപ്പി ഓഫ് ദ നോസ്, നേരത്തെ ചെവിയിലെ കാര്യം പറഞ്ഞു, മൂക്കിലും ദശ വളർച്ചയെ ഇത് ഹീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബ്ലീഡിങ് പോളിപ്പി, കൂടുതലും രക്തവാർച്ച ഉണ്ടാകുന്ന ദശയാണ് കൂടുതലും ഹീൽ ചെയ്യുന്നത്. ഫോസ്ഫറസ് ഒരു ബ്ലീഡിങ് മെഡിസിൻ ആണെന്ന കാര്യം പൊതുവെ അറിയാവുന്നതാണല്ലോ. ഫാൻ ലൈക്ക് മോഷൻ ഓഫ് ദ നോസ് ലൈക്ക് ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തിൽ എപ്പോഴും പറയുന്ന കാര്യം ഫാൻ ലൈക്ക് മോഷൻ. ഈ ഫാൻ ലൈക്ക് എന്ന് പറയുമ്പോൾ ഈ പുതിയ തലമുറ ഒരു ഫാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കറങ്ങുന്ന ഒരു ഫീലും, ഒരു മോട്ടോർ, ഒരു കറക്കമാണ് ഫാൻ എന്നുള്ള വാക്കുണ്ടാക്കുന്നത്. പക്ഷേ ഈ കറങ്ങുന്ന മോട്ടോർ ഇലക്ട്രിക് ഫാനുകൾ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പുള്ളൊരു ഫാനാണ് ഇവിടെ ഈ കെൻറ്റ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയ മീഡിയ എഴുതി തയ്യാറാക്കിയാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് പണ്ട് കാലത്തൊക്കെ ചിലപ്പോൾ പഴയ സിനിമകളിലൊക്കെ കണ്ടു കാണും നിങ്ങൾ, രാജകൊട്ടാരങ്ങളിൽ, കോടതിയിൽ, ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുറികളിൽ, ആരാധനാലയങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകളിരുന്ന് വലിച്ചിട്ട് രാമച്ചമോ ഇലയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാളി, അതിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ കാറ്റ് വരും, അത് ആ മുറിയിൽ മുഴുവൻ ആ കാറ്റ് പരക്കും. പലപ്പോഴും അത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയതൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അത് ആ ഒരു സ്ഥലത്തിൻ്റെ സവിശേഷത അനുസരിച്ച്. അപ്പോൾ അത്തരം ഒരു മോഷനാണ് ലൈക്കോപോഡിയത്തിലും പിന്നീട് ഇപ്പോൾ ഈ ഫോസ്ഫറസിലുമൊക്കെ കാണുന്നത്, ഫാൻ ലൈക്ക് മോഷൻ. ലൈക്കോപോഡിയത്തിൽ അത് വളരെയധികം സവിശേഷമായിട്ട് വരുന്നതാണ്, നമ്മളത് കണ്ടിട്ടുണ്ട്. ദ ഫോസ്ഫറസ് പേഷ്യൻ്റ് പ്രസൻസ് എ സിക്ലി ഫേസ്, ഒരു രോഗിയുടെ മുഖം, ഒരു രോഗിയായിട്ടിരിക്കുന്ന ഒരാളുടെ മുഖം,
ശരിയായ തരത്തിൽ ഫോർമേഷൻ ആ മുഖത്തിനില്ല. പലതരം പാടുകളും നേരത്തെ പറഞ്ഞ മുഖവികൃതി, മുഖത്തിൻ്റെ ആകൃതിയല്ല, മുഖവികൃതി. അതൊരു നല്ല വാക്കിലൂടെ എൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. എർത്തി, സങ്കൺ ആൻഡ് പെയിൽ. സങ്കൺ, പെയിൽ പൊതുവെ അറിയാം. എർത്തി ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആകൃതിയില്ലായ്മയാണത്. വളരെ റോ ആയിട്ടുള്ള ഒരു മുഖത്തിൻ്റെ ഒരു ആകൃതി ശരിയായി രൂപപ്പെട്ടിട്ടില്ല. എർത്തി സച്ച് ആസ് വി ഫൈൻഡ് ഇൻ കൺസംഷൻ ആൻഡ് ദോസ് അബൌട്ട് ടു ഗോ ഇൻ ടു കൺസംഷൻ. ക്ഷയരോഗികളിൽ, ക്ഷയരോഗത്തിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുന്ന ആളുകളിൽ കാണുന്ന തരത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ക്ഷയരോഗികളെ ഫ്രീക്വൻ്റായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, കുഷ്ഠരോഗികളധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു 50 വർഷമൊക്കെ മുൻപ് ഇതായിരുന്ന സ്ഥിതി. ഇന്നും നമ്പർ 1 കില്ലർ ഡിസീസ് ഇന്ത്യയിൽ ക്ഷയമാണെങ്കിലും നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ അധികം കാണില്ല. മുൻപൊക്കെ ക്ഷയരോഗികളും ഈ ചുമച്ച് തുപ്പി മുഖമൊക്കെ ഈ സങ്കൺ ഫേസ് എന്താണെന്നുള്ളത് നമുക്ക് ഒറ്റ മുതൽ മനസ്സിലാവും, ക്ഷയരോഗിയാണെന്ന് പറയും. അപ്പം അങ്ങനെയുള്ളൊരു മുഖഭാവം. ആൻഡ് ദോസ് സഫറിങ് ഫ്രം ഡീപ് സീറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻസ്. ഇപ്പോൾ ക്ഷയമാണെന്നില്ല, വളരെ ആഴത്തിലുള്ള സ്ഥായിയായിട്ടുള്ള രോഗാവസ്ഥകൾ. ഇപ്പോൾ എയ്ഡ്സ് 80കളുടെ തുടക്കത്തിൽ വന്ന് ഇപ്പോൾ അത്രയ്ക്ക് ഭയാനകമല്ലെങ്കിൽ പോലും 80കളിലും 90കളിലൊക്കെ വളരെ ഭീതിജനകമായിരുന്നു. എയ്ഡ്സ് രോഗികളെ കണ്ടാൽ ഞാൻ ഡെലിബറേറ്റായിട്ട് അങ്ങനെയുള്ള കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില കെയർ ഹോമുകളിൽ പോയി ഞാൻ അവരെ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ക്ഷയരോഗത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ചിലപ്പോൾ ടെർമിനൽ സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കൺ ഫേസ്, അത് ഫോസ്ഫറസിൻ്റെ ഒരു ലക്ഷണമാണ്. നിരവധി ഔഷധങ്ങളുണ്ട്, ഫോസ്ഫറസിൽ അതുണ്ട്. ഹഗാർഡ്, ഹഗാർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ശാരീരിക അവശതയോടൊപ്പം മാനസികമായിട്ടുള്ള അവശതയും, വ്യഥകൾ, വിഷമതകൾ ഇതെല്ലാം ചേർന്ന്, ശാരീരിക വിഷമങ്ങളൊക്കെ ചേർന്ന് വരുന്നൊരു അവസ്ഥയാണ് ഒരു ഹഗാർഡ് കണ്ടീഷൻ. അനീമിക്ക്, വളർച്ച, ഇതൊക്കെ അതിനോട് ചേർന്ന് വരും. ടെർമിനൽ സ്റ്റേജിലുള്ള ക്ഷയരോഗികളിൽ, എയ്ഡ്സ്, ക്യാൻസർ രോഗികളൊക്കെ കാണുന്ന ഒരവസ്ഥ. ദ കളർ ഈസ് ചേഞ്ചബിൾ. ഈ മുഖത്തിൻ്റെ നിറത്തിൽ വ്യത്യാസങ്ങൾ വരാം. കൂടുതലും ഒരു ബ്രൗൺ കളേർഡ് ഏഷ്യൻസിൽ അത്രക്കത് ദൃശ്യമാകണമെന്നില്ല. സ്വോളൻ, ഇഡിമാറ്റസ് ഫേസ്, വീങ്ങിയത്, നീർക്കട്ടിയ മുഖം. പഫ്ഡ് അണ്ടർ ദ ഐസ്, കണ്ണുകൾക്ക് കീഴെ ഇങ്ങനെ നീര് വന്ന് വീർത്തിക്കിട്ടിരിക്കുന്നു. ലിപ്സ് ആൻഡ് ഐലിഡ് സോളൻ, ചുണ്ടുകളും പോളകളും വിങ്ങിയിരിക്കുകയാണ്. എഗെയിൻ റെഡ് സ്പോട്ട്സ് അപ്പോൺ ദ ചീക്സ് വിച്ച് അപ്പിയർ ഇൻ ഹെക്ടിക് ഫീവർ. ഹെക്ടിക് ഫീവർ എന്നൊക്കെ അറിയാം, വല്ലാതെ ടെമ്പറേച്ചർ സ്വിങ്സ് വരുന്ന പനിയുടെ അവസ്ഥകളിൽ കവിളും മുഖത്തും ഒക്കെ ഇങ്ങനെ ചുവന്ന നിറം, ചുവന്ന ഒട്ടുകൾ ഒക്കെ വരുന്നു. ദ ഹെക്ടിക് ബ്ലഷ്. ഹെക്ടിക് ബ്ലഷ് എന്ന് പറയുന്നു ഈ ഹെക്ടിക് ഫീവറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു മുഖം ഇങ്ങനെ ആകെ ചുവന്ന് തുടുത്തു വരുന്ന ഒരു അവസ്ഥ. ടെൻഷൻ ഓഫ് ദ സ്കിൻ, തൊലി ഇങ്ങനെ വലിഞ്ഞു മുറിയുള്ള തൊലി. ആൻഡ് ഓഫ് ദ ഫേസ്, മുഖത്തും വലിഞ്ഞു മുറിയ ഒരു അവസ്ഥ. ടിയറിങ്, ഷൂട്ടിംഗ് പെയിൻസ് ഓൾ ത്രൂ ദ ഫേസ് ആൻഡ് എബൌട്ട് ദ ഐസ്, മുഖത്തും കണ്ണുകളിലൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് പെയിൻസ്, ഇങ്ങനെ മിന്നുന്ന പോലെ, ഇങ്ങനെ വെടിയുണ്ട തുളച്ചു കയറുന്ന പോലുള്ളൊരു, പായുന്ന പോലുള്ള വേദനകൾ, പിരിക്കുന്ന പോലുള്ള വേദനകൾ. അതെങ്ങനെ ഫ്രം ടെമ്പിൾസ് ആൻഡ് വേർട്ടക്സ് ഡൗൺ ദ സൈഗോമ, നമ്മൾ ചെന്നിക്കുന്നും അല്ലെങ്കിൽ തലയുടെ മൂർധാവിൽ നിന്നൊക്കെ തുടങ്ങി ഈ കവിളിലെ എല്ലുകൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വേദനകൾ. ജേർക്കിംഗ്, ടിയറിംഗ് പെയിൻസ് ഇൻ ദ ടീത്ത്, പല്ലിലും ഇങ്ങനത്തെ വേദനകൾ. ജേർക്കിംഗ് പെയിൻ, ടിയറിംഗ് പെയിൻ, എല്ലാത്തരം വേദനകളുണ്ട്. ഞാൻ മൊഡാലിറ്റീസ് പറയുന്നുണ്ട്. ദ പെയിൻസ് ഓഫ് ദ ടീത്ത് ആർ ഓഫൺ അമീലറേറ്റഡ് ബൈ വാംസ്. ഇവിടെ ഒരു ടിപ്പിക്കൽ നേച്ചറുണ്ട്. പല്ലിലെ വേദനകൾ ചൂട് കൊണ്ട് ശമിക്കും. വൈൽ ദോസ് ഓഫ് ദ ഹെഡ് ആർ അമീലറേറ്റഡ് ബൈ കോൾഡ്. പക്ഷേ തലവേദനകൾ തണുത്ത ആപ്ലിക്കേഷൻ കൊണ്ടാണ് ശമിക്കുന്നത്. ദ പെയിൻസ് ഇൻ ദ ടീത്ത് ആർ വേഴ്സ് വെൻ ടോക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. സംസാരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും പല്ലുവേദന കൂടും, തണുപ്പ് കൊണ്ടും കൂടും. ആൻഡ് വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്, തിന്നതിന് ശേഷം കൂടുതൽ മോശമാകും. ഇറ്റ് ഹാസ് എ വയലന്റ് ന്യൂറാൾജി ഓഫ് ദ ഫേസ് ഇൻവോൾവിംഗ് ദ ജോ ആൻഡ് ടെമ്പിൾസ്. താടിയിലും ടെമ്പിൾസിലും ഒക്കെ ഇങ്ങനെ കവർ ചെയ്യുന്ന ശക്തമായ നാഡീസംബന്ധമായ വേദനകൾ. വിത്ത് ഹോട്ട് ബ്ലോട്ടർ ഫേസ്, ആകെ ചൂടായി വീർത്ത് കെട്ടിയ മുഖം. വേഴ്സ് ഓൺ ടാക്കിംഗ് ആൻഡ് ഫ്രം ഈറ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ പല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ സംസാരിക്കുന്നത് കൊണ്ടും ആഹാരം കഴിക്കുന്നതുകൊണ്ടും പല്ലിലെ വേദന പോലെ തന്നെ മുഖത്തെ വേദനയും വർദ്ധിക്കുന്നു. ഇറ്റ് ഹാസ് കാരീസ് ഓഫ് ദ ലോവർ ജോ, കീഴ്ത്താടിയിൽ ഇങ്ങനെ
ദ്രവിച്ചു പോകുന്ന അവസ്ഥ, വിത്ത് ഗ്രേറ്റ് ഹീറ്റ്, വല്ലാത്ത ചൂടും ബേണിങ്ങും, ഫിസ്റ്റുലസ് ഓപ്പണിങ്സ്, ഫിസ്റ്റുല പോലുള്ള ഓപ്പണിങ്സും ഉണ്ടാകാം. ഈ ഫോസ്ഫറസ് രോഗിയുടെ ചുണ്ടും പല്ലും നാവും താടിയെല്ലും ഒക്കെ ഇൻവോൾവ് ആണ്. ന്യൂറാൾജിയ ഓഫ് ദ ഫേസ് ആൻഡ് ടീത്ത്, മുഖത്തും പല്ലുകളിലും ന്യൂറാൾജിക് പെയിൻസ് ഹാസ് ടു ബി റാപ്ഡ് അപ്പ് അറ്റ് നൈറ്റ്. ഈ വേദന ശമിക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ വർദ്ധിപ്പിക്കുമ്പോൾ മുഖം ഇങ്ങനെ മൂടി വെക്കണം, കവർ ചെയ്ത് വെക്കണം. വേഴ്സ് ഇൻ വിൻഡി വെതർ, അധികം കാറ്റൊക്കെ അടിക്കുന്ന കാലാവസ്ഥയിൽ ഇത് മോശമാകുന്നു. ദ കോൺഫിഡൻസ് ഈസ് സിക്ലി. കോൺഫിഡൻസ് വെച്ചാൽ മുഖത്തിൻ്റെ ഭാവം പറയുമ്പോഴാണ് ഈ കോൺഫിഡൻസ് പറയുന്നത്. സിക്ലി ഒരു കോൺഫിഡൻസ്, ഒരു രോഗിയുടേതായിട്ടുള്ള ഒരു മുഖഭാവം, നേരത്തെ ഒരു എർത്തി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ തന്നെ. ആ മുഖത്തിൻ്റെ സവിശേഷതയാണ് പലതരത്തിൽ കെൻഡ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കൺ ഫേസ്, ഡിക്ലൈനിങ് ഫേസ്, ആകെ ഇങ്ങനെ ഒരു സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അറിയാം ആളുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഇഫ് എ സീരിയസ് സിക്നസ് വാസ് കമ്മിങ്, ഗുരുതരമായ രോഗാവസ്ഥ അയാളെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ദ ലിപ്സ് ആർ പാർച്ച്ഡ്, വരണ്ട ചുണ്ടുകൾ, ഡ്രൈ ആൻഡ് ബ്ലീഡിങ്, ചുണ്ടിൽ നിന്ന് വരണ്ടിട്ട് രക്തവാർച്ച ഉണ്ടാകാം. ദ ലിപ്സ് ബിക്കം ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ക്രാക്ഡ് ആസ് ഇൻ ലോ ഫോംസ് ഓഫ് ഫീവർ. മോശമായ വഷളായ പനിയുടെ അവസ്ഥയിൽ കാണുന്ന പോലെ ഈ ചുണ്ടുകൾ വരണ്ട് വിണ്ട് കീറി കറുത്ത നിറമാകുന്നു, ബ്രൗൺ നിറമാകുന്നു, തവിട്ട് നിറമാകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു. ആൻഡ് വിത്ത് നെക്രോസിസ് ഓഫ് ദ ലോവർ ജോ, കീഴ്ത്താടി എല്ല് ഇങ്ങനെ ദ്രവിച്ചു പോകുന്നൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരോട്ടിഡ് ഗ്ലാൻഡ്, എസ്പെഷ്യലി വെൻ സൂപ്പറേറ്റ്സ് ഓർ ദർ ആർ ഫിസ്റ്റുലസ് ഓപ്പണിങ്. പെരോട്ടിഡ് ഗ്ലാൻഡിൽ സൂപ്പറേഷൻ ഉണ്ടായി, പഴുപ്പുണ്ടായി, ഫിസ്റ്റുലസ് ഓപ്പണിങ്സ് ഉണ്ടായി, പൊട്ടിപ്പഴുപ്പ് പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പെരോട്ടിഡ് ഗ്ലാൻഡ്സിൽ വീക്കം. റാപ്പിഡ് ഡീക്കേ ഓഫ് ദ ടീത്ത്, പല്ലുകൾ വളരെ വേഗം ദ്രവിച്ചു പോകുന്നു. ദ ഗംസ് ബ്ലീഡ് ആൻഡ് സെറ്റിൽ അവേ ഫ്രം ദ ടീത്ത്, മോണയിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്നു, ഇളകി പല്ല് പോകുന്ന അവസ്ഥ. ഫോസ്ഫറസ് രോഗിയുടെ പല്ലും വായും മുഖവും ഒക്കെ എത്ര മോശമായൊരവസ്ഥയിലാണെന്ന് നോക്കുക. ഫോസ്ഫറസ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ബ്രൈറ്റ് റെഡ് ഹെമറേജ് ആഫ്റ്റർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ടീത്ത്. പല്ല് പറിച്ച ശേഷം ഉണ്ടാകുന്ന നല്ല ബ്രൈറ്റായിട്ടുള്ള ചോര ഒലിക്കുന്നൊരവസ്ഥയിൽ ഫോസ്ഫറസ് ആ ബ്ലീഡിങ്ങിനെ അവസാനിപ്പിക്കാൻ വളരെയധികം ഉപകരിക്കും. ദ ടങ് ഈസ് സോളൻ ആൻഡ് സ്പീച്ച് ഈസ് ഡിഫിക്കൽട്ട്, നാവ് വീർത്ത് കിട്ടിയിട്ട് സംസാരിക്കാൻ പ്രയാസമുള്ള അവസ്ഥ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആർട്ടിക്കുലേറ്റ്, അയാൾ പറയുന്ന കാര്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ്റെ ശബ്ദം മനസ്സിലാക്കാൻ ഫോസ്ഫറസ് രോഗിക്കൊക്കെ പറ്റില്ല, ഫോസ്ഫറസ് രോഗിയുടെ സംസാരം ഗ്രഹിക്കാൻ മറ്റുള്ളവർക്കും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ദ ടേസ്റ്റ് ഇൻ ദ മൗത്ത് ഈസ് ബിറ്റർ ഓർ സോർ, എസ്പെഷ്യലി സോർ ആഫ്റ്റർ ടേക്കിംഗ് മിൽക്ക്. വായിലെ രുചി, കയ്പ് രുചി, പുളി രുചി, വിശേഷിച്ചും പാല് കുടിച്ച ശേഷം ഒരു ചവർപ്പിൻ്റെ രുചി ഉണ്ടാകാം. സംടൈംസ് സോൾട്ടി ഓർ സ്വീറ്റിഷ്, ചില സമയത്ത് ഉപ്പുരസം, മധുരത്തിൻ്റെ രസം. ബിറ്റർ ആഫ്റ്റർ ഈറ്റിംഗ്, ഏതായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കയ്പ് രുചിയാണ് വരുന്നത്. ടേസ്റ്റ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ ദ മോർണിംഗ്, മറ്റൊന്ന് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ രുചി, അതെങ്ങനെ പറയാൻ പറ്റും? മണം നമുക്കറിയാം, ചീമുട്ടയുടെ മണം, ആ ചീമുട്ടയുടെ രുചി രുചിച്ചറിയാത്ത കാര്യമാണ്. അപ്പോൾ വല്ലാത്തൊരു വൃത്തികെട്ട രുചി പ്രഭാത സമയത്ത് വായിലുണ്ടെന്നർത്ഥം. ദ ടങ് ഈസ് കോട്ടഡ് ലൈക്ക് ഫർ, നാവിലിങ്ങനെ ഈ ഫർ ഇങ്ങനെ രോമം നീണ്ട തുണി കവർ ചെയ്ത പോലെ. സംടൈംസ് ചോക്കി വൈറ്റ്, ചില നേരത്ത് വെള്ള നിറത്തി ചോക്കി ആയിട്ടുള്ളതാണ്. സംടൈംസ് ചിലപ്പോൾ അത് മഞ്ഞ നിറമാകും, വരണ്ട് ക്രാക്ക്ഡ് ആൻഡ് ബ്ലീഡിങ് ആയിട്ടുള്ള നാവ് വരാം. സോട്ട്സ് ഇൻ ദ ടീത്ത്, പല്ലിൽ ഇങ്ങനെ പൊട്ട പിടിച്ച പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ പണ്ട് പറയും ഇങ്ങനെ പല്ലിങ്ങനെ ഇത്തിലി പിടിച്ചെന്ന് പറയും. ഇത്തിലി പിടിച്ചിട്ട് ഈ കായൽ പ്രദേശങ്ങളൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഈ ഒരുതരം ജീവി, കടൽ ജീവി ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കല്ലിലും മറ്റുമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് കടൽ ജീവികളുണ്ടാകാം, നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടു കാണും. തിമിംഗലങ്ങളുടെയും മറ്റുമൊക്കെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് തിമിംഗലത്തിനെ പൊക്കി തന്നെ മേലെ പിടിച്ചിരിക്കുന്ന ഈ സോട്ട്സ്, കടൽ മുരിങ്ങ എന്നൊക്കെ പറയും, അതിനെ നീക്കം ചെയ്ത് വിടുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥ പല്ല് വന്നിട്ട് ഡെന്റിസ്റ്റുകളടുത്ത് പോയി അത് ക്ലിയർ ചെയ്യുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ഫോസ്ഫറസ് അതിനെ ഹീൽ ചെയ്യുന്നർത്ഥം. ക്രസ്റ്റ് ഫോം അപ്പോൺ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത്,
വായിലെ ശ്ലേഷ്മസ്തരങ്ങളിൽ ഇങ്ങനെ പൊറ്റ പിടിക്കുന്നു. ഗംസിൽ, ലിപ്സിൽ, ടങ്സിൽ, നാവിൽ ഒക്കെ ഉണ്ടാകാമത്. ദ ടങ് ഈസ് swollen ആൻഡ് ദ പാപ്പില ആർ എൻഗോർജ്ഡ്. നാവ് വീങ്ങി പാപ്പില ആകെ എൻഗോർജ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ഡ്രൈനസ് ഓഫ് ദ മൗത്ത് ആൻഡ് ത്രോട്ട്. സോർ എസ്കോറിയേറ്റഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ മൗത്ത് ആൻഡ് ത്രോട്ട്. വായിലും തൊണ്ടയിലും ഒക്കെയുള്ള ശ്ലേഷ്മസ്തരം ആകെ ദ്രവിച്ച് മോശമായൊരവസ്ഥ, വരണ്ട അവസ്ഥ, വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങൾ വായിലും തൊണ്ടയിലും ഒക്കെ ഉണ്ട്. ദ മൗത്ത് മേ ബി കവേർഡ് വിത്ത് ത്രഷ്. പൂപ്പൽ വന്നിട്ട് വായിങ്ങനെ നിറഞ്ഞിരിക്കും. ആസ് ഇൻ നഴ്സിംഗ് സോർ മൗത്ത്. നഴ്സിംഗ് സോർ മൗത്ത് മുലയൂട്ടുന്ന അമ്മമാരിലും കുട്ടികളും ഉണ്ടാകുന്ന വായിലുണ്ടാകുന്ന വേദന. ആ വായിലെ വേദനയോടൊപ്പം തന്നെ പൂപ്പൽ ബാധയും. ബ്ലഡി ഇറോഷൻസ് ഓഫ് ദ മൗത്ത്. നഴ്സിംഗ് സോർ മൗത്ത്. വായിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് കാണുന്നത്. രക്തവാർച്ച ഉണ്ടാകുന്നു, ദ്രവിച്ചു പോകുന്നു ഒക്കെ ഉണ്ട്. മച്ച് വാട്ടറി സലൈവ ആൻഡ് ബ്ലഡി സലൈവ ഫ്ലോസ് ഓൺ ദ മൗത്ത്. വായിൽ നിന്ന് വെള്ളം പോലെ രക്തം കലർന്ന ഉമിനീര് ഒഴുകി വരുന്നു. ദ സലൈവ ഈസ് കോപ്പിയസ്, ടേസ്റ്റിംഗ് സ്വീറ്റിഷ്, സോൾട്ടിഷ് ഓർ ഫോൾ. മധുരരുചി, ഉപ്പ് രുചി, മോശം രുചി, നേരത്തെ പറഞ്ഞ പോലെ ചീമുട്ടയുടെ രുചി ഒക്കെ ഉണ്ടാകാം. ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ ത്രോട്ട് ആർ ലൈക്ക് ദോസ് ഓഫ് മൗത്ത്. അപ്പോൾ തൊണ്ടയിലെ ശ്ലേഷ്മസ്തരങ്ങൾ വായിലേതുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ പൂപ്പൽ പിടിച്ചതും ബ്ലീഡിങ് ഉണ്ടാകുന്നതൊക്കെയാണ്. ഗ്രേറ്റ് ഡ്രൈനസ്, റഫ്നെസ്, റോനെസ്, എസ്കോറിയേഷൻ, ബ്ലീഡിങ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ടോൺസിൽസ്. ടോൺസിൽസുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാത്തരം പ്രശ്നങ്ങൾ, വല്ലാതെ വരണ്ട അവസ്ഥ, പരുപരുത്ത അവസ്ഥ, വേദന ഉണ്ടാകുന്ന അവസ്ഥ, ദ്രവിച്ച അവസ്ഥ, രക്തവാർച്ച, വീക്കം, നീർക്കെട്ട് ഒക്കെ അതിലുണ്ട്. സെൻസേഷൻ ഓഫ് കോട്ടൺ ഇൻ ദ ത്രോട്ട് ഉള്ള സവിശേഷമാറ്റ അവസ്ഥയാണ്. പഞ്ഞി പിടിച്ചിരിക്കുന്ന പോലെ, തൊണ്ടയിൽ പഞ്ഞി പിടിച്ചിരിക്കുന്ന പോലെ. സെൻസേഷൻ ഓഫ് വെൽവെറ്റ് ഇൻ ദ ത്രോട്ട്. പഞ്ഞിയോ വെൽവെറ്റ് തുണിയോ ഒക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീല്, വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണത്. ദ ടോൺസിൽസ് ആർ മച്ച് swollen. Intense pain in the throat and burning in the throat that extend into the esophagus. അപ്പോൾ തൊണ്ടയിലെ വേദനയും പൊള്ളലുമൊക്കെ അന്നനാളത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. Inability to swallow any nourishment because of paralysis of the esophagus or acute inflammation of the mucous membranes of the throat and esophagus. അന്നനാളത്തിലും തൊണ്ടയിലുമൊക്കെയുള്ള തളർച്ച കൊണ്ടോ ഉണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടോ എന്തെങ്കിലും നമുക്ക് പോഷകാഹാരങ്ങൾ, രോഗിക്ക് ആവശ്യമായ ആഹാരങ്ങളൊക്കെ ഇറക്കാൻ വളരെ പ്രയാസം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഈസോഫാഗസ്. അന്നനാളം ആകെ നീർക്കെട്ടി ചുരുങ്ങി ആഹാരം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് എത്രമാത്രം പ്രയാസജനകമായൊരവസ്ഥയാണ്. വായിലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അന്നനാളത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ആഹാരം കഴിക്കൽ, പാനം ചെയ്യലൊക്കെ പ്രയാസകരമാകുന്നൊരവസ്ഥ. അപ്പോൾ എത്രമാത്രം ഡീപ്പ് സീറ്റഡാണ് ഒരു ഫോസ്ഫറസ് കണ്ടീഷൻ എന്നുള്ളതിൻ്റെ സൂചനകളാണത്. അപ്പോൾ അത്തരം അവസ്ഥകൾ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയ അവസ്ഥകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ രോഗിയെ ശരിക്കും നിരീക്ഷിച്ചാൽ തന്നെ ഫോസ്ഫറസിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോസ്ഫറസിനെ കുറിച്ച് തുടർന്നും പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.